നമസ്കാരം, എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ആമ്പല്ലൂർ ശ്രീകൃഷ്ണ മഹാദേവ ക്ഷേത്രത്തിൽ ഷഷ്ഠി ആഘോഷിച്ചു. താളമേളവും വർണ്ണക്കാവടികളും നിറഞ്ഞാടി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കുടുംബവും സഞ്ചരിച്ച കാറിൽ ട്രെയിലർ ലോറിയിടിച്ച് അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഒല്ലൂരിൽ ബൈക്കിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. പരിക്കേറ്റത് തലോർ സ്വദേശിനിക്ക്. ആളൂരിൽ വയോധികരെ ആക്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി റിമാൻഡിലേക്ക്. തിരുത്തിപ്പറമ്പ് സ്വദേശി തച്ചനാടൻ വീട്ടിൽ മധുവാണ് പിടിയിലായത്. സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. പവന് 560 രൂപ കൂടി 1,02,650 രൂപയായി. വിശദമായ വാർത്തകളിലേക്ക്. ആമ്പല്ലൂർ ശ്രീകൃഷ്ണ മഹാദേവ ക്ഷേത്രത്തിൽ ഷഷ്ഠി ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും ഉണ്ടായിരുന്നു. താളമേളവും വർണ്ണക്കാവടികളും നിശ്ചല ദൃശ്യങ്ങളും വിവിധ രൂപങ്ങളും ചേർന്ന് ഷഷ്ഠി ആഘോഷം വർണ്ണാഭമായി. കൊടകര പുത്തൂക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. വിശേഷാൽ പൂജകൾ, നവകം, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷമായിരുന്നു കൊടിയേറ്റം. കൊടിയേറ്റ ചടങ്ങുകൾക്ക് ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനറും ദേവസ്വം സെക്രട്ടറിയുമായ MLV നായർ, ദേവസ്വം പ്രസിഡന്റ് K സുനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി വേണുഗോപാൽ തച്ചിഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി. താലപ്പൊലിക്ക് മുന്നോടിയായുള്ള പറയെടുപ്പിനും വെള്ളിയാഴ്ച തുടക്കമായി. ജനുവരി 24-നാണ് താലപ്പൊലി. ഇത്തവണ കാവിൽ ദേശക്കാർക്കാണ് താലപ്പൊലി ആഘോഷത്തിന്റെ നടത്തിപ്പ് ചുമതല. കൊരേച്ചാൽ ശ്രീ ദുർഗ കിരാത പാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി കോടാലി ദേശം ആൽത്തറ സെറ്റിന്റെ നേതൃത്വത്തിൽ കൊടിയേറ്റം നടത്തി. ആൽത്തറ സെറ്റ് ഖജാൻജി ഗിരീഷ് കുമാർ കൊടിയേറ്റം നിർവഹിച്ചു. കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി കലാസന്ധ്യ അരങ്ങേറി. കലാസന്ധ്യയുടെ ഉദ്ഘാടനം നടൻ VG പ്രകാശ് നിർവഹിച്ചു. ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യ മാതാ അമൃതാനന്ദമയി മഠം കൊയിലാണ്ടി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ട്രസ്റ്റ് കമ്മിറ്റി പ്രസിഡന്റ് കൊച്ചുണ്ണി K കർത്ത അധ്യക്ഷനായി. വെള്ളിക്കുളങ്ങര SI K അജൽ, മേളപ്രതിഭ കൊടകര ഉണ്ണി, ട്രസ്റ്റ് കമ്മിറ്റി ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ, ജോയിന്റ് സെക്രട്ടറി ബാബു കൗങ്ങപ്പള്ളി, ഭഗിനി മണ്ഡൽ സെക്രട്ടറി ഷീലരാജൻ, സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, വൈസ് പ്രസിഡന്റ് സുധീഷ് വെട്ടിയാട്ടിൽ, കമ്മിറ്റി അംഗങ്ങളായ രാമൻ തയ്യിൽ, ശൈലജൻ പറമേക്കാടൻ, സോമൻ വട്ടോലി, ജിനേഷ് കൗങ്ങപ്പള്ളി, ഭഗിനി മണ്ഡൽ പ്രസിഡന്റ് സരസ സുരേഷ്, ട്രഷറർ വത്സ തച്ചപ്പള്ളി, വൈസ് പ്രസിഡന്റ് സതീദേവി സത്യൻ എന്നിവർ സന്നിഹിതരായി. അപ്പോൾ പരയായിട്ടിരിക്കുന്ന തലത്തിൽ നിന്ന് ആ ആശയത്തിനെ ആന്തരികമായി ദർശിക്കുന്നു, അതിനെ വാക്കായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു. ഇത്ര കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കുന്നവൻ കാണുന്നില്ല. ഉള്ള രീതിയിൽ എനിക്ക് എന്നെ വിളിച്ചത് സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കുടുംബവും സഞ്ചരിച്ച കാറിൽ ട്രെയിലർ ലോറി ഇടിച്ച അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ദേശീയപാത നടത്തറ സിഗ്നലിൽ വെച്ച് വ്യാഴാഴ്ച രാത്രി 10:30 സംഭവം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റെജി ജോർജിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. റെജി ജോർജ് ഉൾപ്പെടെ 5 പേരാണ് കാറിലുണ്ടായിരുന്നത്. കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ട്രെയിലർ ലോറി സിഗ്നൽ തെറ്റിച്ചതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ കാറിന്റെ മുൻവശത്തെ ചില്ലുകൾ പൊട്ടിയ നിലയിലാണ്. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഒല്ലൂരിൽ ബൈക്കിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. തലോർ ചിന്നപ്പാഗടി വീട്ടിൽ അൽഫോൻസയ്ക്കാണ് പരിക്കേറ്റത്. അൽഫോൻസയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആളൂരിൽ വയോധികരെ ആക്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി റിമാൻഡിലേക്ക്. നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ തിരുത്തിപ്പറമ്പ് സ്വദേശി തച്ചനാടൻ വീട്ടിൽ മധുവിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 25-ന് തിരുത്തിപ്പറമ്പിൽ വെച്ച് തച്ചനാടൻ വീട്ടിൽ ചന്ദ്രനെ മുൻവൈരാഗ്യത്താൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ്. ചന്ദ്രന്റെ ചേട്ടന്റെ മകനാണ് മധു ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 വധശ്രമ കേസിലും വീട് കയറി ആക്രമണം നടത്തിയ 3 കേസുകളിലും സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ ഇടയാക്കുന്ന പ്രവൃത്തി ചെയ്ത 1 കേസിലുമടക്കം 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ SI ബെന്നി, GSI പ്രസന്നകുമാർ, GASI രജീഷ്, CPOമാരായ ആഷിഖ്, വൈശാഖ്, അരുൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. രാത്രിയിൽ കാട്ടിൽ വഴിതെറ്റി അലഞ്ഞ ആദിവാസി വയോധികയ്ക്ക് സാമൂഹിക പ്രവർത്തകർ രക്ഷകരായി.
വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാടർ ഉന്നതിയിലെ 70-കാരി അമ്മിണിയാണ് സാമൂഹിക പ്രവർത്തകരുടെ സമയോചിതമായ ഇടപെടൽ മൂലം വന്യമൃഗങ്ങളുടെ ആക്രമണമേൽക്കാതെ രക്ഷപ്പെട്ടത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടത്തിലെ ആളുകളുണ്ട്, അവർ വരുന്നുണ്ട്, അവർ വഴിതെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ സ്ത്രീക്ക് ചെറിയ മാനസിക അസ്വസ്ഥയുണ്ട്. അപ്പോൾ അവരുടെ ഉന്നതിയിൽ നിന്ന് വഴിതെറ്റി വന്നേക്കണതാണ്. ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു സ്പോട്ടിലാണ് അവർ നിന്നിരുന്നത്. കാരണം ആ ഗുഹയുടെ അവിടെ ആനയും കാട്ടുപോത്തൊക്കെ സ്ഥിരമായിട്ട് വരുന്നൊരു സ്ഥലമാണ്, ആനത്താരയാണത്. അപ്പോൾ എന്നും രാത്രിയിൽ ഒരു ആന ഉള്ള പ്രദേശമാണ്. ഭാഗ്യത്തിന് ആ ആന ഇറങ്ങുന്നൊരു ടൈം ആയി വരുന്നുണ്ടായിരുന്നു. തൊട്ട് മുകളിലൊക്കെ ആനയുണ്ട്. അപ്പോൾ ഈ സ്ത്രീ വഴിതെറ്റി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. യാതൊരുവിധ ഇതെവിടേക്ക് പോകണമെന്ന് പറയണ്ട. അതിനാണ് കണ്ണിന് കാഴ്ചയും കുറവാണ്. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ചെന്നിട്ട് സ്ത്രീനോട് ചോദിച്ചു, വിവരങ്ങളൊക്കെ അറിഞ്ഞു. എന്നിട്ട് അപ്പം തന്നെ ഞങ്ങളെ മുന്നത്തെ വാർഡ് മെമ്പർ ജോയി കാവുങ്ങലിനെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് ഉന്നതിയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ കാണാതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലായി ഒരു അമ്മാമ്മനെ കാണാനായിരുന്നു. അപ്പം തന്നെ ഞങ്ങളും ജോയിയേട്ടനും കൂടി വെള്ളിക്കുളങ്ങര വന്ന് ഓട്ടോറിക്ഷ വിളിച്ച് ഈ സ്ത്രീനെ ഓട്ടോറിക്ഷയിലാക്കിയിട്ട് അവരുടെ ഉന്നതിയിൽ എത്തിച്ച് അവരുടെ ചില ബന്ധുക്കളൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ ഏൽപ്പിച്ചു കൊടുത്തു. നെടുമ്പാൾ NSS കരയോഗത്തിന്റെ കുടുംബ സംഗമവും വാർഷിക പൊതുയോഗവും ഞായറാഴ്ച സംഘടിപ്പിക്കുന്നു. രാവിലെ 10-ന് നെടുമ്പാൾ ഖാദി ഹാളിൽ നടക്കുന്ന ചടങ്ങ് മുകുന്ദപുരം താലൂക്ക് NSS കരയോഗം യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. നെടുമ്പാൾ NSS കരയോഗം പ്രസിഡന്റ് K ദേവദാസൻ അധ്യക്ഷനാകും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. പവന് 560 രൂപ കൂടി 1,02,650 രൂപയിലെത്തി. ഗ്രാമിന്റെ വില 70 രൂപ വർദ്ധിച്ച് 12,765 രൂപയായി. ഇനി കാണാം ഇൻഫോടോക്ക്. പല വീടുകളിലും മീനുകളെ വളർത്താറുണ്ട്. ശരിയായ രീതിയിൽ പരിചരണം നൽകിയാൽ മാത്രമേ മീനുകൾ ആരോഗ്യത്തോടെ വളരുകയുള്ളൂ. വീട്ടിൽ മീൻ വളർത്തുമ്പോൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിശാലമായി നീന്താൻ മീനുകൾക്ക് സ്ഥലം ആവശ്യമാണ്. ചെറിയ ടാങ്ക് ആകുമ്പോൾ അവയ്ക്ക് മതിയായ സ്ഥലം ഉണ്ടാവില്ല. ഇത് മീനുകളെ സമ്മർദ്ദത്തിലാക്കുന്നു. ഓരോ മീനിന്റെയും ഇനം മനസ്സിലാക്കിയാവണം ടാങ്ക് തിരഞ്ഞെടുക്കേണ്ടത്. ശരിയായ രീതിയിൽ ഓക്സിജൻ ലഭിച്ചാൽ മാത്രമേ മീനുകൾ നന്നായി വളരുകയുള്ളൂ. ടാങ്കിൽ വൃത്തിയുണ്ടെങ്കിൽ മാത്രമേ മീനുകൾ ആരോഗ്യത്തോടെ വളരുകയുള്ളൂ. അതിനാൽ തന്നെ ടാങ്കിലെ വെള്ളം ഇടയ്ക്കിടെ മാറ്റി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം. മാലിന്യങ്ങൾ കിടക്കുന്നതും അവയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു. അതേസമയം ക്ലോറിൻ കലർന്ന വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ശുദ്ധമായ വെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ചൂടും തണുപ്പും മാറി വരുന്ന അന്തരീക്ഷത്തിൽ മീനുകൾക്ക് അതിജീവിക്കാൻ സാധിക്കില്ല. അതിനാൽ തന്നെ അവയ്ക്ക് വളരാൻ ആവശ്യമായ രീതിയിൽ താപനില നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. താപനിലയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ മീനുകൾ ചത്തുപൊങ്ങാൻ കാരണമാകുന്നു. അതേസമയം ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ ഫിഷ് ടാങ്ക് വെക്കരുത്. മീനുകൾക്ക് വെളിച്ചം ആവശ്യമാണ്. ഭക്ഷണം ഇടയ്ക്കിടെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഓരോ ഇനം മീനുകൾക്കും വ്യത്യസ്തമായ ഭക്ഷണ രീതികളാണുള്ളത്. അതിനനുസരിച്ച് അവയ്ക്ക് ഭക്ഷണം നൽകാം. അതേസമയം അമിതമായി ഭക്ഷണം നൽകുന്നത് ഒഴിവാക്കണം. ഇത് വെള്ളം മലിനപ്പെടാനും മീനുകളുടെ ആരോഗ്യത്തിന് ദോഷമുണ്ടാക്കുകയും ചെയ്യുന്നു. ടാങ്കിനുള്ളിൽ ചെടികൾ വളർത്തുന്നത് മീനുകൾക്ക് കൂടുതൽ സന്തോഷം നൽകുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ ചെടികൾ മാലിന്യങ്ങളെ നീക്കം ചെയ്യുകയും ഓക്സിജന് പുറത്തുവിടുകയും ചെയ്യും. ഇത് മീനുകൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 22 ഡിഗ്രി സെൽഷ്യസ്. മുപ്ലിയം സർക്കാർ ഹൈസ്കൂളിൽ HST നാച്ചുറൽ സയൻസ് താൽക്കാലിക ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥിയെ ആവശ്യമുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഡിസംബർ 31 രാവിലെ 11 വിദ്യാലയത്തിൽ ഹാജരാകേണ്ടതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,805 രൂപ, പവന് 1,02,440 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ആമ്പല്ലൂർ ശ്രീകൃഷ്ണ മഹാദേവ ക്ഷേത്രത്തിൽ ഷഷ്ഠി ആഘോഷിച്ചു. താളമേളവും വർണ്ണക്കാവടികളും നിറഞ്ഞാടി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കുടുംബവും സഞ്ചരിച്ച കാറിൽ ട്രെയിലർ ലോറിയിടിച്ച് അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
ഒല്ലൂരിൽ ബൈക്കിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. പരിക്കേറ്റത് തലോർ സ്വദേശിനിക്ക്. ആളൂരിൽ വയോധികരെ ആക്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി റിമാൻഡിലേക്ക്. തിരുത്തിപ്പറമ്പ് സ്വദേശി തച്ചനാടൻ വീട്ടിൽ മധുവാണ് പിടിയിലായത്. സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. പവന് 560 രൂപ കൂടി 1,02,650 രൂപയായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.